അല്ല ശ്യാമേ, ഇവിടെ വന്നിട്ടും നിലത്ത് തന്നെയാണോ കിടക്കാൻ പോകുന്നത്? കുഴപ്പമില്ല. എനിക്ക് ശ്യാമയോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ശ്യാമയ്ക്ക് പാട്ട് പഠിച്ചൂടെ? തന്റെ ശബ്ദം കൊണ്ട് പാട്ട് പാടിയാൽ അത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശ്രമിച്ചു നോക്കാം. എനിക്ക് വേണ്ടിയല്ലേലും തന്റെ കൃഷ്ണന് വേണ്ടി ഒന്ന് ശ്രമിക്കേ. അതൊരു പാറ്റല്ലേ? അതിന് താനെന്തിനാ ഇങ്ങനെ പേടിക്കുന്ന? ഓഹോ, അല്ല, ഞാനാരാ കളിയാക്കാൻ? ഒന്ന് കരണ്ട് പോയാ തലയിറങ്ങി വീഴുന്ന ആളാണല്ലോ. അപ്പോ ശ്യാമയ്ക്കും പേടിയുണ്ടല്ലേ? അതെ, കുഞ്ഞിലെ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോഴേ അമ്മ പാറ്റ വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതേ ഈ പേടി. ഓ, ഇതാ മോളെ വെള്ളം. അല്ല, എന്താ മോളെ ഒരു ബഹളം കേട്ടത്? ഓ, പാറ്റയെ കണ്ട് പേടിച്ചു കാണുമല്ലേ? ആ, മോള് കിടന്നു. നിലത്ത് പായ വിരിച്ചിട്ടുണ്ടല്ലോ. ഇനി അവര് തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണോ മാറിക്കിടക്കുന്നത്? ശ്യാമ കിടന്നോളൂ. ആ പ്രതികാരത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ടമ്മേ. അത് വഴിയെ അമ്മയോട് പറയാം. അയാളത് ഉപദ്രവമായിട്ടാണ് ചെയ്തതെങ്കിലും നമുക്കത് ഉപകാരമായി. വളരെ നല്ല പെൺകുട്ടിയാ ശ്യാമ. കുലമഹിമയോ കുടുംബ പാരമ്പര്യം ഒന്നുമില്ല അമ്മേ. ഒരു ദാരിദ്ര്യം പിടിച്ച അമ്പലവാസിയുടെ മോള. എന്നുവെച്ചാ വസുന്ധരയ്ക്ക് പെൺകുട്ടിയെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉള്ളത് പറയാലോ അമ്മേ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കൈകളിൽ നിലവിളക്ക് കൊടുത്ത് വലതുകാൽ വെച്ച് അമ്മായിയമ്മ മരുമകളെ തറവാട്ടിലേക്ക് കയറ്റുന്നു. അതിന് പല അർത്ഥങ്ങളും ആചാര്യന്മാർ കൽപ്പിക്കുന്നുണ്ട്. പ്രധാന അർത്ഥം മഹാലക്ഷ്മിയായി മരുമകളെ വീട്ടിലേക്ക് കയറ്റുന്നു എന്നാണ്. അതിവിടെ നടന്നിട്ടില്ല. മരുമകളെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ ആ വീട് പിന്നെ നരകമാണ്. അവിടെ പിന്നെ സമാധാനമേ ഉണ്ടാവില്ല. ശ്യാമ ഒരു പാവമാണമ്മേ. അവളെ കുടുംബത്തിലൊരു വിളക്ക് തന്നെയായിരിക്കും, യാതൊരു സംശയവും വേണ്ട. വിളക്ക് എന്നൊക്കെ എല്ലാരും പറഞ്ഞാലേ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല അമ്മേ. കാഴ്ചയിൽ തന്നെ ഒരു ചേർച്ചയുമില്ല. പിന്നെ ഒട്ടും സംസ്കാരമില്ലാത്ത ഫാമിലി അമ്മേ. സംസ്കാരം ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അമ്മേ, ഈ ശ്യാമയെ അവളുടെ കുടുംബത്തെയൊക്കെ വളരെ നന്നായിട്ട് നേരത്തെ അറിയാം. കല്യാണം നടക്കാതെ കല്യാണ മണ്ഡപത്തിൽ നിന്നപ്പോ ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക എല്ലായിരുന്നു ആക്കി ചെയ്തത്. വസുന്ധര കല്യാണത്തിന് മണ്ഡപത്തിലില്ലായിരുന്നു. ഞങ്ങൾ എല്ലാരും കൂടെ വളരെ ആലോചിച്ച ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അകെ എന്റെയും കൂടി മകനാ. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന പെൺകുട്ടി നമ്മളെ ചതച്ചിട്ട് പോയപ്പോ പുതിയൊരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം നടത്തുമ്പോ അവന്റെ അമ്മയായ എന്റെയും കൂടി അനുവാദം ആവശ്യമായിരുന്നില്ലേ? അത് വസുന്ധര പറയുന്നതിനൊരു ന്യായമുണ്ട്. അങ്ങനെയല്ലായിരുന്നോ വർമ്മ വേണ്ടത്? ആ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കാനോ ഇവിടെ പൂജയിലിരുന്ന വസുന്ധരയെ വിളിച്ച് ചോദിക്കാനോ പറ്റിയില്ല. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും എന്തോ മറ്റു ചിലരായി മാറുകയായിരുന്നു. ഒരു സ്വപ്നത്തിലെന്ന പോലെ. കല്യാണം കഴിഞ്ഞാണ് ഞങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തിയത്. സത്യം പറഞ്ഞ ഈ കല്യാണം ദൈവം നേരിട്ട് വന്ന് നടത്തുകയാണെന്ന് തോന്നുന്നു. അഹി ചെയ്തത് 100% ശരി തന്നെയാണ്.
ശരിയോ തെറ്റോന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഈ ബന്ധം വേണോ വേണ്ടേന്ന്. ശ്യാമ, അതെ. ശ്യാമവർണം, 7 അഴകിന്റെ നിറം. നിനക്ക് യാദവനായ കൃഷ്ണന്റെ നിറമാണ്. പുരാണങ്ങളിൽ ഈ നിറമുള്ള എത്ര പേരുണ്ടെന്നറിയോ? അതൊക്കെ പഠിക്കണ്ടേ? ദ്രൗപദിക്കും അർജുനനും ഇതേ നിറമായിരുന്നു. ദ്രൗപദിയുടെ പേര് കൃഷ്ണ എന്നായിരുന്നു. ആ, നിനക്കെന്തായിരുന്നു പെണ്ണ് കെട്ടാൻ ഇത്ര ധൃതി? നീ എന്താ മൂത്ത് നരച്ച് മൂക്ക് പല്ലുവെന്നായിരുന്നോ കെട്ടിയെ അടങ്ങൊന്ന് വെക്കാൻ? എന്നാ കെട്ടാൻ നിശ്ചയിച്ചോള് വന്നില്ലെന്ന് കരുതി അണ്ണി കണ്ടവളെയൊക്കെ കെട്ടി വീട്ടിൽ കൊണ്ടുവരികയാണോടാ ചെയ്യേണ്ടത്? അന്തസ്സും ആഭിജാത്യമുള്ള തറവാട്ടിലെ കുട്ടികൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെയാണോ പവിത്രമായ സാമൂഹ്യ ആചാരം? അമ്മേ, സംഭവിച്ച അങ്ങനെയൊന്നുമല്ല. ആനന്ദവർമ്മ ഒന്നും പറയണ്ട. ഞാൻ ഇവന്റെ മുത്തശ്ശിയാ. എനിക്ക് ഇവനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ. നീ എന്താടാ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത്? നാവറങ്ങിപ്പോയോ? അമ്മ ചോദിച്ചതിന് മറുപടി പറയാക്കി. അതോ ഈ നാട്ടില് കൊള്ളാവുന്ന പെണ്ണുങ്ങളൊന്നും ഇല്ലായിരുന്നിട്ടാണോ? നിന്നെപ്പോലെ കുടുംബ മഹിമയും വിദ്യാഭ്യാസമുള്ള ഒരു പയ്യനെ കിട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് കുലീനകളായ പെൺകുട്ടികൾ ഈ നാട്ടിലെ തറവാടുകളിൽ കാത്തിരിപ്പുണ്ട്. അപ്പോഴാ ഇങ്ങനൊക്കെ. അമ്മേ, അവർ യാത്ര കഴിഞ്ഞ് വന്നവരല്ലേ, പോയൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ. എന്താ എനിക്കൊന്നും പറയാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശരി, പോയിട്ട് വാ. നിക്ക്, ഇങ്ങോട്ട് വാ. ഞാൻ ഇങ്ങനെയൊക്കെയാ, അഭിപ്രായം തുറന്നങ്ങ് പറയും, അത്രേ ഉള്ളൂ. പൊയ്ക്കോ. കലാഗ്രാമത്തിലൊക്കെ ഒരു പ്രോഗ്രാം കിട്ടുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹവുമാ. പക്ഷേ ശ്യാമയെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെ അത് ഏറ്റെടുക്കും? അവളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല മമ്മി. കല്യാണം കഴിഞ്ഞത് പിന്നെ അഹങ്കാരിയായി മാറിയിരിക്കും അവള്. എനിക്ക് തോന്നി ശ്യാമ ഇവിടെ വന്ന് വിഷമിച്ചിരിക്കായിരിക്കുമെന്ന്. ദേ നോക്ക്, മുത്തശ്ശി പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. മുത്തശ്ശിയുടെ മനസ്സിലൊന്നുമില്ല. എന്നാലും എല്ലാരും പറയുന്ന പഴികൾ ഞാൻ കേൾക്കല്ലേ സർ? അത് വിട്ടേക്ക് ശ്യാമേ, വിഷമിക്കണ്ട. മുത്തശ്ശി വലിയ കർക്കശക്കാരൊക്കെയാ, പക്ഷേ ഉള്ളു മുഴുവനും നന്മയാ. ആരുടെ മുഖത്ത് നോക്കി എന്തും വെട്ടിത്തുറന്നങ്ങ് പറയും. അങ്ങനെയാ ശീലം. പക്ഷേ അതാരെയും നശിപ്പിക്കാനൊന്നുമല്ല. മുത്തശ്ശി പറയുന്ന കേട്ട ആർക്കും വിഷമമൊക്കെ തോന്നും. പക്ഷെ അല്പം കഴിയുമ്പോ മുത്തശ്ശി അതുപോലെ അടുക്കുകയും ചെയ്യും. മുത്തശ്ശിയുടെ മുഖത്ത് കാണുന്നതാ മനസ്സിലുള്ളത്. മനസ്സിൽ പലതും ഒളിപ്പിച്ചു വെച്ചൊന്നും ആരോടും ഒന്നും പെരുമാറില്ല. എന്റെ തോന്നല് ശരിയാണെങ്കിൽ ശ്യാമയുടെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഇനി മുത്തശ്ശി തന്നെയായിരിക്കും. കാരണം ചതിയും വഞ്ചന അസൂയൊക്കെ കാണിക്കുന്നവരോട് മുത്തശ്ശിക്ക് ഒരിക്കലും ഒരു കോംപ്രമൈസും ഇല്ല. മുത്തശ്ശിയോട് സ്നേഹത്തോടെ പെരുമാറിയാൽ മതി. മുത്തശ്ശി തിരിച്ചും സ്നേഹിക്കും, സംശയിക്കണ്ട. ശ്യാമൊന്ന് ചിരിച്ചേ. തന്റെ സങ്കടം മാറിയെന്ന് ഞാനൊന്ന് അറിയട്ടെ. ചിരിക്കടോ. ഹോ, മുത്തശ്ശി. ഐശ്വര്യ, ശ്യാമ എവിടെ? അവൾ ഏതു നേരവും കൃഷ്ണനോട് സംസാരിച്ചോണ്ടല്ലേ നടക്കുന്നത്. മനുഷ്യരോട് സംസാരിക്കാൻ അവക്ക് സമയമില്ലല്ലോ. ആ കുട്ടി ഒരു ഈശ്വര ഭക്തയാ മുത്തശ്ശി. ദൈവഭക്തിയുള്ളത് മോശമാണോ മുത്തശ്ശി? ദൈവഭക്തി ഉള്ളവർ നല്ലവരാണ്. നന്മയും സ്നേഹമുള്ളവരുവാ, മനുഷ്യപ്പറ്റുള്ളവരാ. ശ്യാമ വലിയ കാര്യപ്രാപ്തിയൊന്നും ഇല്ലാത്ത പെണ്ണാമേ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാന്നല്ലാതെ ഒരു കാര്യമില്ല. എന്ത് കാര്യപ്രാപ്തി?
അമ്പലത്തിലെ കുറച്ച് ഉണക്ക പായസം ഉണ്ടാക്കാൻ അറിയാം. അപ്പോ അടുക്കളപ്പണിയൊന്നും അവള് ചെയ്യില്ലേ? ചെയ്യും. പക്ഷേ ഇറച്ചിയോ മീനോ അവളോ അവളെ വീട്ടുകാരോ കഴിക്കില്ല. അതുണ്ടാക്കാനും അറിയില്ല. വെജിറ്റേറിയൻ ഫുഡൊക്കെ ഉണ്ടാക്കും മുത്തശ്ശി, അതൊക്കെ നന്നായിട്ടറിയാം. അപ്പോ നോണൊന്നും ഉണ്ടാക്കില്ലേ? ഏയ് ഇല്ല, അവൾക്കേ അത് അറപ്പാ. ആ അറപ്പും വെറുപ്പും ഒക്കെ ഞാൻ മാറ്റിത്തരാം. ഇപ്പൊ മാറ്റിത്തരാം. ശ്യാമേ, ശ്യാമേ, എന്തോ വരുന്നു മുത്തശ്ശി. മുത്തശ്ശി എരിവ് കയറ്റിയാ മതി. കലി കയറി മുത്തശ്ശി അവളെ ഇവിടുന്ന് പറത്തിക്കോളൂ. ഐശ്വര്യ, നീ എന്തിനാ വസുന്ധരയുടെ ചെവി കടിച്ചു പറിക്കുന്നേ? അയ്യോ, ഞാനതേ മുത്തശ്ശിയുടെ ഈ കമാൻഡിംഗ് പവറിനെ പറ്റി പറയായിരുന്നു. ആ വേണ്ട വേണ്ട, കൊല്ലക്കുടിയിൽ സൂചി വിൽപ്പന വേണ്ട. ഈ വക വേലകളൊന്നും ഇങ്ങോട്ടേക്കില്ല. മുത്തശ്ശി എന്നെ വിളിച്ചത് എന്താ? എനിക്ക് നിന്നെ വിളിക്കാൻ പാടില്ലേ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിലൊന്നും അല്ല. ആ അതേതർത്ഥത്തിലായാലും ഞാൻ വിളിച്ചത് എനിക്ക് നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം. നിനക്ക് അടുക്കളപ്പണിയൊക്കെ നന്നായിട്ട് അറിയാന്ന് ഇവര് പറഞ്ഞു. നിന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറി വേണം. അത് നീ തന്നെ ഉണ്ടാക്കണം. ചിക്കൻ കറി. ശ്യാമേ, ദാ വരുന്നു അപ്പച്ചി. ശ്യാമേ, ദാ വരുന്നു. ഈ കറി നന്നായിട്ടുണ്ടല്ലോ, ഇപ്പൊ ശരിയാക്കി തരാം. ഒന്ന് ഓടി വാ മോളെ. അയ്യോ, എന്റെ കാലിന്റെ പത്തിക്ക് മുകളിൽ ഒരു മസില് വെട്ടിക്കേറ്റം. അങ്ങോട്ടിരിക്കെ. പതുക്കെ പതുക്കെ പതുക്കെ. എനിക്ക് ചെറിയ രീതിയിലേ ആമവാദം വന്നിട്ടുള്ളതാ. നീ ഒന്ന് തിരുമയൊക്കെ ഈ കൃഷ്ണഭക്തര് തിരുമിയാലേ ആമവാദം മാറും. ഇതൊരു കറിവെപ്പ്. ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. ഇപ്പൊ കാര്യം നടന്നു കാണും. ആരത്? അതാ ബ്രോക്കർ നാണപ്പന. അരവിന്ദൻ വിളിച്ചോണ്ട് വന്ന നമ്മുടെ സ്ഥലം നോക്കാനായിട്ട്. നമസ്കാരം വാസുവേട്ടാ. നമസ്കാരം. ഇന്ന് അമ്പല പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞോ? അതെല്ലാം പതിപോലെ. ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചു, ഞാനിങ്ങ് പോന്നു. അല്ല, ഇതിന്റെ കാര്യം പറയട്ടാ. ഇതിപ്പോ സെന്റിന് നമ്മൾ ഒന്ന് വെച്ച്. ഇതെന്താ വീടും പറമ്പും വിൽക്കാൻ പോവാണോ? ചേട്ടാ, ചേട്ടൻ ഒന്നിങ്ങ് വന്നേ. അച്ഛാ, അച്ഛനും വാ. അതെ, മാറി നിന്ന് എന്ത് തരികിട ഗൂഢാലോചന നടത്തിയാലും ഈ വസ്തു വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബഹളം വെക്കാൻ എന്റെ ജയന്തി. ആ ബ്രോക്കർ നാണപ്പം കേട്ട് എന്ത് വിചാരിക്കും? ബ്രോക്കർ നാണപ്പനെ എന്റെ അളിയനൊന്നും അല്ല, ഒരു ജോക്കർ നാണപ്പൻ. എടി പതുക്കെ. എന്നാ പിന്നെ എന്നെ വിളിച്ചാ മതി. അതെ, ഒന്ന് നിന്നേ. എന്താ കച്ചവടം ഉറപ്പിച്ചോ? ആ, ഏറെക്കുറെ ഒരു ധാരണയായി. നടക്കില്ല. നടക്കാൻ പറ്റില്ലേ? നിന്റെ കാലിനെന്ത് പറ്റി? കളിയാക്കരുത് കേട്ടോ. മലയണ്ണാനെ മരം കയറ്റാൻ പഠിപ്പിക്കണ്ട. ആ
എന്റെ മോളെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഈ വീടും പറമ്പും വിൽക്കാതെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഒന്ന് കാറ്റടിച്ച പപ്പടം പോലെ പടപടാന്ന് പൊടിഞ്ഞു വീഴുന്നതാണെങ്കിലും ഈ വീടും നശിച്ച സ്ഥലവും കണ്ടിട്ടാ എന്റെ വീട്ടുകാര് എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചയപ്പിച്ചത്. പിന്നെ നിന്റെ ഒരു വീട്ടുകാര്. എന്റെ വീട്ടുകാർക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന്? ഇണ്ടം വരുത്തി തറവാട്ടുകാരെന്ന് വെച്ചാലേ 3 കരയ്ക്ക് ഉടമകളായിരുന്നു. എന്ത് വരുത്തി? ഇണ്ടം വരുത്തി. പിന്നെ ഇണ്ടം വരുത്തി മാർത്താണ്ഡൻ എന്ന് പറയുന്ന എന്റെ അപ്പൂപ്പന്റെ അമ്മാവനെ 9 ആനകളുണ്ടായിരുന്നു. അടുത്ത കഥ. മോളെ ഈ അരിക്കൊമ്പൻ ആ ആനയുടെ ഫാമിലിപ്പെട്ടതാണോ? അതെ അച്ഛാ. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, പടയപ്പ, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര്, ഇതൊക്കെ ഇവളുടെ അപ്പൂപ്പന്റെ ആനകളായിരുന്നു. വലിയ കുടുംബക്കാരല്ലേ? കളിയാക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഈ വീട് സ്ഥലം ഞാൻ വിൽപ്പിക്കില്ല. ഇതേ എന്റെ അച്ഛന്റെ കുടുംബ സ്വത്താ. അച്ഛന് സൗകര്യം ഉണ്ടെങ്കിൽ അത് വിൽക്കും. നീ ആരുടെ അത് ചോദിക്കാൻ? എന്റെ മക്കളെ വഴക്കുണ്ടാക്കാതെ. എന്താ മമ്മി, എന്തു പറ്റി? ആ ശ്യാമയുടെ അച്ഛൻ വാസുദേവനാ വിളിച്ചത്. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് തരാനുള്ള തുക മുഴുവനായും ഇവിടെ എത്തിക്കാമെന്ന്. അവര് കടം വീട്ടിയാ നമ്മളാകെ കുഴയുമല്ലോ. ശ്യാമയെ കൊണ്ട് പാടിക്കാൻ പറ്റുമോ? ഈശ്വരാ, ഇപ്പൊ തന്നെ അവൾക്ക് ഡിമാൻഡ് കൂടുതലാ. ഇനി പണവും കൂടെ തന്നു കഴിഞ്ഞാ പിന്നെ ഈ വഴിക്ക് അവളെ നോക്കണ്ട. ഇവർക്ക് ഈ പണം എവിടുന്ന് കിട്ടി? ഇനി അത് വേണം അറിയാൻ. ആ ജയന്തി ഒന്ന് വിളിച്ചു നോക്കാം. അവള് നല്ല മണി പോലെ സത്യം പറയും. ഇവരുടെ ബദ്ധശത്രു അവള്. വിളിക്കും മമ്മി. ആലോചിച്ച് ഉറപ്പിക്കാതെ നടക്കുന്ന കല്യാണങ്ങൾക്കും അപ്രതീക്ഷിതമായി നടക്കുന്ന കല്യാണങ്ങൾക്കും ചില കുഴപ്പങ്ങളുണ്ട്. ആചാരപ്രകാരമല്ലല്ലോ അത് നടക്കുന്നത്. അതിൻ്റെതായ പല കുഴപ്പങ്ങളും അതിനുണ്ടാവും. പക്ഷേ അതിനൊക്കെ പരിഹാരമുണ്ട്. ആ പരിഹാരമാണ് വിവാഹം കഴിഞ്ഞ് നടക്കുന്ന താലിപൂജ. താലിപൂജയോ? ശ്രീ പരമേശ്വരനെയും പാർവതിയെയും സാക്ഷികളാക്കി നടത്തുന്ന ഒരു ചടങ്ങാണത്. കുടുംബജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിനും ഭദ്രത ഉറപ്പിക്കാനാണത്. താലിപൂജ ഒരു പരീക്ഷണം കൂടെയാണ്. എന്ത് പരീക്ഷണം? ചെറുക്കിന് യോജിച്ച പെണ്ണിനെ അല്ല അവൻ കെട്ടിയതെങ്കിൽ ഈ താലിപൂജയ്ക്ക് തടസ്സം വരും. അത് നടക്കില്ല. ആചാരപ്രകാരം താലിപൂജ നടക്കാതെ വന്നാൽ ആ പെൺകുട്ടിയെ കെട്ടിയവന് ഉപേക്ഷിക്കാം. അതിന് തടസ്സവും ഇല്ല, പാപവും ഇല്ല. അമ്മ വളഞ്ഞ വഴികളിലൂടെ അവളെ ഇവിടുന്ന് പുറത്താക്കി എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, അമ്മ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ തറവാടുകളിൽ എങ്ങനെ കല്യാണം നടന്നാലും ഈ താലിപൂജ നിർബന്ധമാണ്. അതൊരു ചടങ്ങാണ്. അത് ചെയ്തേ പറ്റൂ. താലിപൂജ നടത്തുന്നതിനുള്ള ഒരു മുഹൂർത്തം നോക്കണം. അതൊക്കെ നമുക്ക് നോക്കാം. ഒരു ജോത്സ്യനെ വിളിപ്പിച്ച് നോക്കാം. അത് മതി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പൂജയ്ക്ക് അച്ഛാ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇപ്പൊ വിളിച്ചത്. അച്ഛന് അറിയാൻ പറ്റുന്ന കാര്യമായിരിക്കും. എന്താ മോളെ പറ. അച്ഛാ, ഈ ദേവമന്ദാരപ്പൂ എവിടെ കിട്ടും? ദേവമന്ദാരപ്പൂവിനെ ദേവലോകത്ത് തന്നെ പോണം. ദേവമന്ദാരം, പാരിജാതം, കല്യാണ സൗഗന്ധികം, ഇതൊക്കെ ദേവലോകത്ത് വിട്ടിരുന്ന പൂക്കളാ. പിന്നെ ഇതിന്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഭൂമി കിട്ടാനുണ്ട്. അല്ല, മോൾക്ക് എന്തിനിപ്പോ മന്ദാരപ്പൂ? അച്ഛാ, എനിക്കറിയേണ്ടത് ഈ ദേവമന്ദാരപ്പൂ എവിടെയാണുള്ളതെന്നാ. മോളെ, ഈ ദേവമന്ദാരപ്പൂ ഇവിടെ അടുത്ത് തന്നെ ഒരു കാട്ടിലുണ്ട്. അരുവിമല കാട്ടില്.
ആ ദേവമന്ദാരം സാക്ഷാൽ ദേവലോക പുഷ്പം തന്നെയാണെന്നാ എല്ലാവരും പറയുന്നത്. പക്ഷെ മോളെ ആ കാട്ടിലാരും കേറത്തില്ല കേട്ടോ. ആനകളില്ലാത്ത കാടാ. പക്ഷെ അവിടെ പുലി, ചെന്നായ്ക്കൾ, രാജവമ്പാല, കടുവ ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളെല്ലാം ഉണ്ട്. ആ കാട്ടിലേക്ക് ദേവമന്ദാര പൂ തേടിപ്പോയവരാരും ഇന്നവരെ തിരിച്ചു വന്നിട്ടില്ല. അരുമല കാട്ട് കയറിയ മരണം ഉറപ്പാ. അല്ല, മോക്കെന്തിനാ ഇപ്പൊ ദേവമന്ദാര പൂവ്? വെറുതെ അച്ഛാ, ആ പൂവിനെ കുറിച്ച് അറിയാൻ വേണ്ടി ചോദിച്ചതാ. വെക്കട്ടെ അച്ഛാ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഓ ആയിക്കോട്ടെ മോളെ. ആ കാട്ടിലേക്ക് ദേവമന്ദാര പൂ തേടിപ്പോയവരാരും ഇന്നവരെ തിരിച്ചു വന്നിട്ടില്ല. അരുമല കാട്ട് കയറിയ മരണം ഉറപ്പാ. ഈ അരുവിമലക്കാട് എവിടെയാ? എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏഴുമലയ്ക്കും അപ്പുറത്താ, ഉൾക്കാടാ. ദേവലോകത്ത് മാത്രം ഇടരുന്ന ഈ പുഷ്പം ഭൂമിയില് ആ കാട്ടിലുണ്ടെന്നാ പറയപ്പെടുന്നേ. ദേവമന്ദാരം. സത്യം പറഞ്ഞ ഈ അരുവിമലക്കാട്ടിൽ പോയവരാരും ഇന്നവരെ തിരിച്ചു വന്നിട്ടില്ല. അതാണ് സത്യം. അപ്പോ പോയാ ഇവളും തിരിച്ചു വരില്ല. കിട്ടിയ ശിക്ഷ കൊള്ളാം. എന്റെ വേദന എന്റെ അമ്മ അറിയുന്നുണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ അമ്മ അവൾക്ക് ഇങ്ങനൊരു പരീക്ഷണം കൊടുത്തത്. അവള് പോവോ ഈ കൊടുങ്കാട്ടിലേക്ക്? തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി അവക്ക് പോയല്ലേ പറ്റൂ. അവള് 100% പോവും. കാരണം എന്റെ അമ്മയോട് അവള് വാക്ക് പാലിക്കും. ഞാൻ കേട്ടിടത്തോളം ഏറ്റവും ഭീകരമായ ഒരു കാടാ ഈ അരുവിമലക്കാട്. ആനകളില്ലാത്ത കാടാ അത്. ഏറ്റവും കൂടുതലുള്ളത് പുലികളും ചെന്നായ്ക്കൂട്ടങ്ങളാ. പിന്നെ ഉഗ്രൻ രാജവെമ്പാലകൾ. ചെന്നായ്ക്കൾ വളഞ്ഞിട്ട് പിടിച്ചാ കൊല്ലുന്നതിന് മുന്നേ തിന്നു തീർക്കും. അങ്ങനെയാ അതിന്റെ ഒരു രീതി. വെമ്പാല ദൂരെ നിന്നൊന്ന് ചീറ്റിയാലും മതി, ഇവളൊരു പഴമാങ്ങ കണക്കെഡിയും അപ്പ തീരും. എന്തായാലും എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോവാൻ. മോള് ധൈര്യത്തോടെ പോയിട്ട് വാ. ദേ നോക്ക്, ഇതെന്റെ വസുവിന്റെ അമ്മയാണ്. പക്ഷെ എനിക്കിതെന്റെ പ്രിയപ്പെട്ട അമ്മ തന്നെയാണ്. ഈ അമ്മ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ഉറച്ച ദൈവവിശ്വാസിയായി ഈ അമ്മയുടെ വാക്ക് വിശ്വസിച്ചാ നിന്നെ അയക്കാൻ ഞാൻ കൂട്ടു നിൽക്കുന്നത്. എന്റെ അമ്മയ്ക്ക് എന്റെ സങ്കടം അറിയോ? ഇവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ അമ്മ തന്ത്രപൂർവ്വം ചെയ്യുന്നതാണെന്ന് എത്ര പേർക്കറിയാം? ഇനി ഇവിടെ തിരിച്ചു വരുന്നത് എനിക്കൊന്ന് കാണണം. ഈ മന്ദാരപ്പൂ തന്നെ വേണം മുത്തശ്ശി. ദേവമന്ദാരപ്പൂ അത് തന്നെ വേണം. മുത്തശ്ശി, ആ കാടിന് വെളിയിൽ വരെ ഞങ്ങൾ 3 പേരും കൂടി ശ്യാമയുടെ കൂടെ പൊക്കോട്ടെ? പാടില്ല. ഇവിടെ എല്ലാവർക്കും പേടിയാ. ശ്യാമയുടെ കൂടെ അഖിലൂടെ പോകുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഒരാളും കൂടെ പോകാൻ പാടില്ല. അയ്യോ, വാസുദേവൻ വിളിക്കുന്നത് എനിക്കൊരു ശല്യമാണോ? സന്തോഷമുള്ള കാര്യമല്ലേ? പറയൂ വാസുദേവ, എന്തുണ്ട് വിശേഷം? സാറേ, ശ്യാമയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ചിലപ്പോ റേഞ്ച് കിട്ടാത്ത സ്ഥലത്തായിരിക്കും. ശ്യാമയോടെ ഇല്ലേ? ഇല്ല, അവളൊരു പുഷ്പം അന്വേഷിച്ച് പോയിരിക്കുക. ചതിച്ചോ സാറേ? എന്താ വാസുദേവ? സാറേ, അത് അപകടമാ. എന്താ അപകടം? പറയൂ വാസുദേവ, എന്താ അപകടം? സാർ, എന്റെ ഊഹം ശരിയാണെങ്കിലേ ശ്യാമ അരുവിമല കാട്ടിലേക്കാ പോയിരിക്കുന്നത്. ആ കാട്ടില ദേവമന്ദാര പുഷ്പം ഉള്ളത്. ആ കാട് നിറയെ ക്രൂര മൃഗങ്ങളാ. ആ കാട്ടിൽ ചെന്നുപെട്ട തിരിച്ചെത്ത. എന്റെ ഭഗവാന്, ഒന്നും പേടിക്കണ്ട വാസുദേവ, ഒന്നും വരില്ല. ശ്യാമയ്ക്ക് ഒരാപത്തും വരില്ല. സാറേ,
വാസുദേവ, ശ്യാമയുടെ കാര്യം വാസുദേവൻ അറിയില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്യാമയുടെ കൂടെ ഒരു അദൃശ്യ ശക്തിയുണ്ട്. അത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് കാട്ടിലായാലും മേട്ടിലായാലും അവളെ തൊടാൻ ദൈവം അനുവദിക്കില്ല. സമാധാനമായിട്ടിരിക്കുക. അങ്ങനെ കടലെടുത്തു എന്ന് പറയും പോലെ അവളെ കാടെടുത്തു. കാട്ടിലേക്ക് കയറിയവൾ കാട്ടിൽ തന്നെ ഒടുങ്ങി. അവളിപ്പോ പുലിയുടെ അത്താഴായിട്ടുണ്ടാവും. പറഞ്ഞു കേട്ടെടുത്തോളം ഈ അരുവിമലക്കാട് പുലികളുടെ താവളമാ. പൂ പറിക്കാൻ അവൾ കാട്ടിലേക്ക് കയറിയ ആ നിമിഷം തന്നെ പുലി കടിച്ചു കീറിയിട്ടുണ്ടാവും. പുലികൾക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ടോ? വിശന്നിരിക്കുമ്പോഴാ ദേ കയറി വരുന്നു ഒരന്നം. കാര്യം അവർക്കൊരു മസാല ദോശ കഴിക്കുന്ന അത്രയൊക്കെ കാണൂ. എന്നാലും അവളുടെ കഥ തീർന്നില്ലേ? ഏതായാലും അമ്മയുടെ ബുദ്ധി അപാരം തന്നെ. ഇത്ര പെട്ടെന്ന് അവളെ ഇങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ഈ വീട്ടില് ഏറെക്കുറെ എല്ലാവരും അവക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ അവളെ അവസാനിപ്പിക്കാൻ പറ്റൂ. ഇവള് എന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റല്ലോ ഈശ്വര. ഇവളിതെങ്ങനെ കാട്ടി പോയി പറിച്ചെടുത്തു? മുത്തശ്ശി, ദൈവമന്ദാരം. നീ ദൈവിക ചൈതന്യമുള്ളവളാ. മഹാലക്ഷ്മി പോലെ തിളങ്ങുന്ന കുടുംബിനി. എന്റെ മോള് എന്റെ അകിയുടെ ഭാഗ്യമാണ്. നീ രാധയും മീരയും ഒന്നുമല്ല, ശ്യാമയാണ്. അമ്പാടി കണ്ണന്റെ ശ്യാമ. വർമ്മേ, പറയാമേ. നാളെ ഒരു ശുഭമുഹൂർത്തം നോക്കി ഇവരുടെ താലിപൂജ. ദേവകി ആരാ നോക്കിയേ? വാ കൊണ്ടുവാ. അല്ല മോളെ, അച്ഛാ. മോളെ കാര്യം പറ. നിനക്കെന്തുണ്ട് വിശേഷം? എനിക്കൊരു വിശേഷമില്ല അച്ഛാ. അച്ഛൻ വിളിച്ചിരുന്നല്ലേ? ഞാനൊരു കുഴപ്പമില്ലാതെ ഇവിടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്റെ കൃഷ്ണ, നീ കാത്തു. മോളൊരു കുഴപ്പം കൂടാതെ തിരിച്ചെത്തിയെന്ന്. കൃഷ്ണ ഭഗവാനെ. അച്ഛാ, വന്നു കയറിയ ഉടനെ ഞാൻ അച്ഛനെ വിളിക്കുന്നത്. ആഹാ, കൃഷ്ണൻ കാത്തതാ മോളെ. പിന്നെ എന്റെ മോളെ, നീ എന്ത് പണിയാ കാണിച്ചേ? അരുവിമല കാട്ടിലേക്ക് മനുഷ്യരെല്ലാം പോവോ? എനിക്ക് പോയില്ലേ പറ്റൂ. എന്ത് കാര്യത്തിന് മോൾ ഇത്രയും വലിയ സാഹസം കാണിച്ചേ? ആ കാടിന്റെ പരിസരത്ത് പോലും ഒരു മനുഷ്യനും ചെല്ലാറില്ല. അത്രയ്ക്ക് വന്യമൃഗങ്ങളുള്ള കാടാ. എനിക്കൊന്നും പറ്റിയില്ലല്ലോ അച്ഛാ. എന്റെ കണ്ണൻ കാവലായിട്ടുണ്ടായിരുന്നു. സംശയം വേണ്ട മോളെ, അതങ്ങനെ തന്നെയാ. ഭഗവാൻ കൃഷ്ണൻ കാത്തതാ. ആ, എന്നിട്ട് മോള് തിരക്കിപ്പോയ പൂ കിട്ടിയോ? ദേവമന്ദാരം കിട്ടിയച്ചാ. ഇതൊരു വലിയ അനുഗ്രഹമായല്ലോ. ഭഗവാൻ നേരിട്ട് അനുഗ്രഹിച്ചവർക്ക് അങ്ങനെയുള്ള ദേവലോകത്തെ പുഷ്പങ്ങൾ കിട്ടാറുള്ളൂ. ആ അതെ, ഇനി ഇതുപോലെ സാഹസം കാണിക്കരുത് കേട്ടോ. എന്നോട് ചോദിച്ചിട്ടേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ മോളെ. ശരി അച്ഛാ. എന്റെ മോളെ, ഞങ്ങളിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ദേ, ഞാൻ അമ്മയുടെ കൊടുക്കാം. പാവം വിഷമിച്ചിരിക്കുമായിരുന്നു ഇത്ര നേരം. എന്നാ
മോളെ അമ്മേ, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? കാട്ടിപ്പോയി നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആരുണ്ട് മോളെ? അമ്മേ, എനിക്കതിനൊന്നും പറ്റിയില്ലല്ലോ. പറ്റിയിരുന്നെങ്കിലോ? നിന്റെ അച്ഛനും ഞാനും പിന്നെ ജീവിച്ചിരിക്കോ? പോട്ടെ അമ്മേ, അമ്മ വിഷമിക്കാതെ. ഇനി ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. ചെയ്യരുത്. ഇല്ല അമ്മേ. ശരി മോളെ. പാർവതി പരമേശ്വരന്മാരുടെ ഒരു സൗന്ദര്യ പിണക്കത്തിൽ നിന്നാ ഈ താലിപൂജ എന്ന ആചാരം ഉണ്ടായിരിക്കുന്നത്. അതെന്താ മുത്തശ്ശി, എന്താ ആ സൗന്ദര്യ പിണക്കം? എന്താടാ ആ സൗന്ദര്യ പിണക്കം എന്താണെന്ന് അറിഞ്ഞിട്ട് ശ്യാമയോട് പിണങ്ങാൻ വേണ്ടിയല്ലേ? ആ കഥയൊന്ന് പറഞ്ഞു കൊടുക്കമ്മേ. കഥ ഇത്രേ ഉള്ളൂ. പാർവതി ദേവിക്ക് ഈ ശ്യാമയുടെ നിറമായിരുന്നു ശ്യാമവർണം. ശ്യാമവർണ്ണമുള്ള പാർവതി ദേവിയെ മഹേശ്വരൻ കാളി കാളി എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. ഓരോരോ കഥ പോകുന്ന പോക്കേ. അരിശം വന്ന് ദേവി കലികേറി ഒരു പോക്കങ്ങ് പോയി. ചെന്ന് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് കാര്യം പറഞ്ഞു. അങ്ങനെ ദേവിക്ക് ഗൗരി എന്ന പേരുണ്ടായി. ദേവിയുടെ ദേഹം ഗൗരി വർണ്ണമായി. അപ്പോ നമുക്ക് താലിപൂജ തുടങ്ങാം. വസു, തുടങ്ങിയല്ലേ? എന്റെ അനുവാദമൊന്നും ആരും ചോദിക്കണ്ട. ഞാൻ ഈ വീട്ടിൽ വെറുതെ ഒരു നോക്കുകുത്തി. മറ്റുള്ളവർക്ക് കണ്ണു കിട്ടാതിരിക്കാനാണല്ലോ ഈ നോക്കുകുത്തി. എന്താ വസു ഇത്? ഇനിയെങ്കിലും ഈ കടുംപിടുത്തവും പിടിവാശിയൊക്കെ കളയേ. വസുന്ധരേ, എന്താമേ? നല്ല അനുസരണയോടും ചൊല്ലുവിളിയോടും ഞാൻ നിന്നെ വളർത്തിയത്. ആരെ കൊണ്ടും എന്റെ വളർത്തു ദോഷമാണെന്ന് പറയിപ്പിക്കരുത്. താലിയെടുത്ത് അഖിയുടെ കയ്യിൽ കൊടുക്കേണ്ടത് അവന്റെ അമ്മയാ. അവന്റെ അമ്മ നീയാണ്. അതുകൊണ്ട് ആ കർമ്മം ചെയ്യേണ്ടത് നീയാണ്. അത് പിന്നെ എന്റെ അമ്മ ഇവിടെ ഉള്ളപ്പോ ഞാനല്ലല്ലോ ചെയ്യണ്ടേ, അമ്മ തന്നെ ചെയ്താ മതി. പിന്നെ അവളെ കഴുത്തിൽ കെട്ടുന്ന താലി ഞാൻ എടുത്തു കൊടുക്കുകയല്ലേ. സർവമംഗളമംഗല്യേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. താലിമാല കെട്ടിക്കോ. ശ്യാമയുടെ കയ്യിലുള്ളത് ചെറിയ കീപാഡല്ലേ? ഇതൊക്കെ ഒരുപാട് വിലയുള്ള ഫോണല്ലേ? താനത് പൊട്ടിച്ചു നോക്ക്. ശ്യാമ കാട്ടി പോയപ്പോഴേ ഞാൻ ആകെ വല്ലാണ്ടായി. ഒരുപാട് ടെൻഷൻ അടിച്ചു. തനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ മരിച്ചു കളഞ്ഞേനെ ഞാൻ. ഇതൊരു ഓണാക്കിയില്ലേ? താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിനേക്കാളും നല്ല വ്യത്യാസമുണ്ട് ഇതിന്. എന്നാലും യൂസ് ചെയ്ത് കഴിയുമ്പോ ശ്യാമയ്ക്ക് ഇത് പരിചയിക്കൊള്ളും. എനിക്ക് ആദ്യമായിട്ടൊരു സമ്മാനം തന്നത് അഖിൽ സാറാ. ഇപ്പതേ വീണ്ടും. അത്രയും റിസ്ക്കുള്ള ആ കാട്ടിൽ ഒറ്റയ്ക്ക് പോയിട്ട് ഞങ്ങളെയൊക്കെ ടെൻഷൻ ആക്കിയതല്ലേ. അതുകൊണ്ട് ഒരു സമ്മാനം തന്നേക്കാന്ന് വെച്ചു. വെച്ചോളൂ. ശ്യാമ നമ്മുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. അത് നമുക്ക് അപകടമാണെങ്കിൽ അവൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ അവളെ തിരിച്ചെത്തിക്കണം. സ്വത്തുകൊണ്ടും സ്വാധീനം കൊണ്ടും നമുക്കവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വസുന്ധര ശ്യാമയെ മരുമകളായി അംഗീകരിച്ചാൽ പിന്നെ നമുക്ക് പിന്നെ അവളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല.
ഇപ്പോ ആ കുടുംബത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഈ അരുന്ധതിക്ക് മാത്രമാണ്. നമ്മൾ അവളുടെ കൂടെ നിൽക്കുന്നതാണ് ബുദ്ധി. ഇനിയുള്ള കുരുക്കുകൾ നമുക്ക് അരുന്ധതിയിലൂടെ മുറുക്കാം. അരുന്ധതിക്കൊപ്പം ഞങ്ങളുണ്ട്. ഇപ്പൊ ആനന്ദ നിലയത്തിലെ എല്ലാവരുടെയും ശത്രു ജഗന്നാഥൻ സാറാ. നിങ്ങളും ശ്യാമയും തമ്മിൽ ആ കുടുംബത്തെ തകർക്കാനുള്ള ഒരു രഹസ്യ ധാരണയുണ്ടെന്ന് അഖിലിന് തോന്നണം. അവൻ അവളെ തെറ്റിദ്ധരിക്കണം. ശ്യാമ ചതിക്കുകയായിരുന്നു എന്ന് അവനെ വിശ്വസിപ്പിക്കണം. പിന്നെ അവൻ അവളെ ചവിട്ടി പുറത്താക്കിക്കോളും. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് താനേ പരിഹാരം ഉണ്ടാവും. അത് ദൈവമായിട്ടുണ്ടാക്കി തരുന്ന പരിഹാരങ്ങളാണ്. ദൈവം അങ്ങനെ നമുക്ക് ഉപകാരങ്ങൾ ചെയ്തു തരുമ്പോ ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണ്ടേ? വേണ്ടേ? വേണം. ആ ശ്യാമയുടെ ദൈവഭക്തിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഏതു നേരവും ഭഗവാൻ കൃഷ്ണനുമായിട്ടാണല്ലോ സഞ്ചാരം. പക്ഷേ അഖിലിന് പ്രാർത്ഥനയൊക്കെ അല്പം കുറവാണ്. അല്ല, ഭക്തി ഇല്ലാഞ്ഞല്ല, അല്പം കുറവ്. ഏതായാലും രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുതു പ്രാർത്ഥിക്കും. ഈ താലി പൂജിച്ച് കഴുത്തിൽ ചാർത്തിയതിന് ദൈവത്തിനൊരു നന്ദി പറയാം. എന്ത് പറയുന്നു ശ്യാമേ? ശ്യാമയ്ക്ക് 100 വട്ടം സമ്മതം. പ്രാർത്ഥനയ്ക്കല്ലേ? അമ്പലത്തിലേക്ക് ഇത് തന്നെ അവസരം. എന്താ പറ്റും, വൈകിക്കണ്ട. രണ്ടുപേരും പോയിട്ട് വാ. ശരി. നീ ഒരു കോടീശ്വരന്റെ ഭാര്യ. പക്ഷേ നിനക്ക്1 രൂപ പോലും സമ്പാദ്യമായിട്ടില്ല. നിനക്ക് എന്ത് വാങ്ങണമെങ്കിലും ഭർത്താവിന്റെ മുന്നിൽ കൈനീട്ടണം. എന്റെ മോള് പണമില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കരുത്. നീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ നിനക്ക് പോക്കറ്റ് മണിയായിട്ട് തരാൻ വേണ്ടി ഞാൻ കരുതി വെച്ചതാ. നീ ഇത് വാങ്ങണം. എനിക്കിപ്പോ പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണ്ട. ശ്യാമേ, ഒരമ്മ മോൾക്ക് നൽകുന്നതാണെന്ന് കരുതിയിട്ട് ഇത് വാങ്ങണം. എനിക്ക് അവിടെ ഒരു കുറവുമില്ല. മറ്റു 2 മരുമക്കൾക്കിടയിൽ നീ മാത്രം ദാരിദ്ര്യത്തിൽ ജീവിക്കരുത്. ഇത് വാങ്ങമോളെ. വേണ്ട. ദേ, നീ ഇതിപ്പോ വാങ്ങിയില്ലെങ്കിൽ ഞാൻ നിന്റെ കാൽച്ചൂട്ടിലിട്ടിട്ട് പോവും. ഇതാരാണെന്ന് അറിയോ നിനക്ക്? നിന്നെ താലി കെട്ടിയവന്റെയും വീട്ടുകാരുടെയും ശത്രുക്കളാ. നീ എന്തിനടി ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്? ഭർത്താവിന്റെ വീട്ടുകാരെ ഒറ്റുകൊടുക്കാനുള്ള പണമാണോ ഇത്? ജഗന്നാഥ സാറേ, ഇവളെ ഉപയോഗിച്ച് അഖിലിന്റെ കുടുംബം തകർക്കാനുള്ള പരിപാടിയായിരുന്നു അല്ലേ ഇത്? അഖിൽ മോനെ, ഇത് കണ്ടോ? ഇവളെ നിന്റെ ഭാര്യയാക്കി അവിടേക്ക് അയച്ചത് ഇവരുടെ ബുദ്ധിയാ. നിങ്ങളുടെ കുടുംബം തകർക്കാൻ ഇവര് വിട്ടിരിക്കുന്നതാ ഇവളെ. എന്തിനാ നിനക്ക് ഈ പണം? പറയ്, ഇവരെന്തിനാ നിനക്ക് തന്നത്? ഇതെല്ലാം ഒത്തുകളിയാ മോനെ. ഇവളെ ഇവരുടെ ആളാ. അതെ, ഇവള് ഞങ്ങൾക്ക് മകളെപ്പോലെ തന്നെയാ. നിങ്ങൾ മിണ്ടരുത്. ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചത്. സത്യാണോ? നീ ഇവരുടെ ആളാണോ? നാക്കില്ലേ ശ്യാമ നിനക്ക്? ഞങ്ങളുടെ കുടുംബത്തെ ഒറ്റിക്കൊടുത്തതിന് നിനക്ക് കിട്ടിയ എച്ചിലാണോ ഇത്? ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ചതിച്ചിട്ടില്ല. കയ്യോടെ പിടികൂടിയപ്പോ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ? അഖിൽ മോനെ, ഇനി നിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഇവൾക്കൊരു യോഗ്യതയില്ല. ഞാൻ നിന്നെ വിശ്വസിച്ചു പോയി. പക്ഷെ ഇതെനിക്ക് ക്ഷമിക്കാനാവില്ല. ആനന്ദേട്ടൻ ന്യായീകരിച്ചോ? ഇത്തരം ന്യായീകരണങ്ങളും വെള്ളപൂശലുകളും ആണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. വസു, ഇവൾ എന്റെ വീട്ടിലേക്ക് കയറി വന്നൊരു ശാപ.
ഈ ശാപത്തെ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞേ ഞാൻ അടങ്ങൂ. വസു, സത്യം എന്തെന്നറിയാതെ ഈ കുട്ടിയെ കരയിപ്പിക്കരുത്. ഇവളെ കരയിപ്പിച്ചാൽ ദൈവം പോലും പൊറുക്കില്ല, അതോർത്തോണം. എന്റെ വർമ്മ സാറേ, നിങ്ങൾ ഇങ്ങനൊരു വിഡ്ഢിയാണല്ലോ. ഇവളുണ്ടല്ലോ, ഇവള് നിങ്ങളെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കും. Stop it! ഈ വീട്ടിലെ സമാധാനം തകർത്തുകൊണ്ട് നിങ്ങളൊരു തീ ബോംബ് എറിഞ്ഞു. നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ നന്നായി നടപ്പാക്കി. ഇനി അരുന്ധതിക്ക് പോകാം. സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്ലീസ് ഗെറ്റ് ഔട്ട്. വന്നിരിക്കുന്നു. ആനന്ദട്ടാ, ഇവളുടെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനം എടുക്കുന്നേ? അവളെ ദൈവം സാക്ഷിയായി അഖിൽ ഇവിടേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ്. അവളുടെ കാര്യം തീരുമാനിക്കാൻ അവളുടെ ഭർത്താവുണ്ട്. അവൻ തീരുമാനിച്ചോളൂ. കൂട്ടത്തിൽ ഒരാളെ പുകച്ച് പുറത്തു ചാടിക്കാൻ മറ്റുള്ളവർക്ക് എന്ത് തിടുക്കമാണ്. ഇവളാ ഈ കുടുംബത്തിലെ സമാധാനം തകർക്കുന്നേ. ഇവക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞു വിടണം. വസു, ചില വാക്കുകൾ മാരകായുധങ്ങളാണ്. അക്കാര്യം മറക്കണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അതൊന്നും നടന്നത്. ഇനി നീ എന്നോട് കള്ളം പറയരുത് ശ്യാമ. സർ, അവരെന്റെ കയ്യിൽ നിർബന്ധിച്ച് പണം വെക്കുമായിരുന്നു. എനിക്കപ്പം മനസ്സിലായതുമില്ല ഇത് ചതിയായിരുന്നു എന്ന്. എന്നെ ഒരിക്കൽ ചതിച്ചവരെ ഞാൻ കണ്ടപ്പോ സത്യത്തെ ഞാൻ മാറിപ്പോണായിരുന്നു. അന്ന് എനിക്ക് കഴിഞ്ഞില്ല. അവര് വീണ്ടും എന്നെ ചതിക്കുന്ന ഞാൻ കരുതിയതുമില്ല. ഒന്ന് നിർത്താവോ? ഇനിയും പുതിയ കഥകളും കാരണങ്ങളും ഒന്നും കേൾക്കണ്ട. എനിക്ക് ന്യായീകരണങ്ങളും ആവശ്യമില്ല. താൻ എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. എല്ലാ പ്രശ്നത്തിലും തന്റെ ഒപ്പം തന്നെ ഞാൻ നിന്നു. എന്റെ അമ്മ വരെ ഞാൻ എതിർത്തു. അത്രയേറെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു ഞാൻ തന്നെ. ഞാൻ ആകെ തകർന്നിരിക്കുക. ഇനിയും കള്ളത്തരം മാത്രം പറഞ്ഞ് എന്നെ ഒരു വിഡ്ഢിയാക്കരുത്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കല്പം സ്വസ്ഥത തന്നാ മതി. ഒന്ന് ഒറ്റയ്ക്കിരിക്കണം.